കൊണ്ടോടെ നാറി നിനക്ക്? എടാ നീ ഒരു ആണാണോ? എന്താ? ഓ നിനക്ക് ഞാൻ പ്രത്യേകം കാര്യം പറഞ്ഞു തരണോ? കാര്യമായിട്ട് ഞാൻ തന്നെ നിന്റെ വായിരിക്കുന്നേക്കുന്നേ. എടാ ഇത്രയൊക്കെ ആയിട്ട് നിന്റെ തൊലിക്കട്ടി. എടാ പോത്തിനുള്ളിലൂടെ ഇത്രയും തൊലിക്കട്ടി. എവളെന്തോന്നാടാ ഈ പറയുന്നത്? അളിയ, ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി, അവൾക്ക് സ്ഥിരം മെസ്സേജ് അയച്ച് അവൾ അതിന് വളഞ്ഞു കഴിഞ്ഞ് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ അവൾ അറിയാൻ അവന് വേറെ സെറ്റപ്പ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അവൾ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണം? നീ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? നീ ഇനി ഒന്നും അറിയണമെന്നില്ല. പിന്നെ നിന്നെ ഇനി അറിയിക്കാനുള്ള കാര്യം എന്താടാ? മനസ്സിലായില്ലേ? ഒരെണ്ണം അവൻ്റെ മുഖത്ത് നോക്കി കൊടുത്തിട്ട് വാടി. എടാ വാ തുറക്കടാ. എടാ വാ തുറക്കടാ, മണ്ണ് വാരി ഇടട്ട്. വാ തുറക്കാൻ. എടാ വാ തുറക്ക്. എടാ വാ തുറക്കാൻ. എടാ വാ തുറക്കടാ, മണ്ണ് വാരി ഇട്ടിട്ട്. എടാ വാ തുറക്കടാ, മണ്ണ് വാരി ഇടട്ട്. എടി അവൻ വാ തുറന്ന് മണ്ണ് വാരിട്ടോ. കതവ് തുറക്കടാ. എടാ കതവ് തുറക്കാൻ. ആ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നേ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചനായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ട്. സ്വപ്നമൊക്കെ പിന്നെ നീ വേഗം വാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താടാ? നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. എനിക്കൊരാളെ ഇഷ്ടമാണ്. എടാ പെണ്ണാരാണെന്ന് പറയടാ, അതറിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനാണ്. പെണ്ണാരാണെന്ന് പറയാം, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം. ഒരു പെണ്ണ് നിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നീ അവളുടെ എന്താ നോക്കുന്നേ? എവിടെയാ നോക്കുന്നേ? നീ പറ. ഇതൊരിക്കൽ നീ എന്നോട് ചോദിച്ചിട്ടുള്ളതാ. ഞാനാദ്യം കണ്ണിൽ നോക്കും. ആ ഇത് നീയൊക്കെ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി. അന്ന് നീയൊക്കെ എന്താ പറഞ്ഞേ? ഞാനിപ്പോഴും കണ്ണി നോക്കിയിരുന്ന എനിക്ക് പെണ്ണ് വളയത്തില്ല, ഞാൻ പാൽക്കുപ്പിയാണ്, എനിക്ക് ഫീലിങ്സ് ഇല്ല, ഞാൻ എന്നും സിംഗിളായിരിക്കുമെന്ന്. അയ്യേ നീ അത് ഇപ്പോൾ എന്നാൽ ഇപ്പോൾ ഒരു പെണ്ണ് അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ അവളെ കണ്ണിലല്ല നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പെണ്ണ് വളയും. വരാത്ത ചിരി നീ കൊലച്ച് പുറത്തിരണ്ട. എടാ സ്കൂളിൽ പഠിച്ച സമയത്ത് തുണ്ടുകൂടം കണ്ടിട്ട് മെച്ചൂരിറ്റി ഇല്ലാണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് നീ അതിപ്പോഴും പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. പെണ്ണില്ലാത്തവനെ എൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നിനക്ക് അന്നും പെണ്ണുണ്ട്, ഇന്നും പെണ്ണുണ്ട്, ഇന്ന് പെണ്ണുങ്ങളുണ്ട്. നീ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറയണമെങ്കിൽ ഞാനും അവളുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. അവളാ? നീ കൈ വരയ്ക്കേണ്ട ഫോൺ എടുക്ക്. ഹലോ, ആ നമ്മളിവിടെ ഉണ്ട്. അവ അടുത്തുണ്ട്. എടാ പെണ്ണാരാണെന്ന് പറ. എടാ ഇവിടെ ഒരു തയ്യൽ കടയുണ്ട്, അതിൻ്റെ അടുത്തോടുള്ള വഴി കൂടെ വന്നാൽ മതി. എടാ പെണ്ണാരാണെന്ന് പറയടാ. തയ്യൽ കടയുടെ പേര് പൂർണ്ണാറി. എടാ പൂർണ്ണശ്രീ. പൂർണ്ണശ്രീ തയ്യൽ കട. ഓ പെണ്ണാരെന്ന് പറ.
എവളാ? നീ അവളോട് പറയണം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. എനിക്കാണെങ്കിൽ നെഞ്ചിടിക്കുവോ. പിന്നെ ഞാനടിക്കും പന്നി. കുറച്ച് മുമ്പ് വരെ നീ ഭയങ്കര മാസടിച്ച് നിൽക്കുമായിരുന്നല്ലോ. ഇത് അവൾ വന്ന് എടാ നിനക്കെന്തോ സംസാരിക്കണമെന്ന് ഞാൻ വിളിച്ചു വരുത്തിയത്. ഒന്ന് സംസാരിക്കടാ. എടാ എന്താ കാര്യം? എന്താടാ? കേസൊക്കെ ഉണ്ടോ? ഓ ഇല്ലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ ആവശ്യത്തിന്. ഇന്നൊരു മെനകെട്ട കേസായിരുന്നു. എന്താ? പുതിയ കാവിൽ +2 പഠിക്കുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത് ഒരുത്തന് പ്രേമം. അത് പറയാൻ അവൻ്റെ കൂട്ടുകാരനെ വിട്ട്. ഈ പ്രേമം പറയാൻ നട്ടലില്ലാത്തവന്മാരൊക്കെ ആരെങ്കിലും പ്രേമിക്കൂ? അത് ശരിയാ. എന്നിട്ട് ഈ ചെറുക്കൻ ചെന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ അവളെ കുറേ ചീത്തയും പറഞ്ഞ് അവളെ കയറി പിടിച്ചേക്കുന്നു. പെണ്ണിന് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അത് മതിയല്ലോ. അവസ്ഥകളെ നീ അവൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. അയ്യോ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നേ, അവന് വേണ്ടിയിട്ടാ. അല്ല നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? അത് ഹലോ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് വരാമോ? അവിടെ അടുത്തൊരു തയ്യക്കട ഉണ്ടാ. അതിൻ്റെ പേര് പൂർണ്ണശ്രീ. പൂർണ്ണശ്രീ. അതിനടുത്തോട്ട് ഇങ്ങനെ വന്നാൽ മതി. ശരി ശരി. ഒരു പടത്തിന് പോവാന്ന് വിചാരിച്ച്. ആരാ ഫ്രണ്ടാ വരുന്നേ? ഫ്രണ്ടല്ല, അതൊക്കെ ഉണ്ട്, സമയമാകുമ്പോൾ പറയാം. സമയമായെന്ന് തന്നെ കൂട്ടിക്കോ. ആരാ വരുന്നേ? അതൊക്കെ ഉണ്ടെന്നേ. നീ വിളിപ്പിച്ച കാര്യം പറ. ആരുടെ മേര് വരുന്നേ? തമാശ പറ. അച്ഛനോട് പറയല്ലേ, നമുക്ക് സമയമാകുമ്പോൾ പറയാം. ദേ ഈ നാറിയാണാ? യവനാണ് എന്റെ കാമുകൻ. ആണ്. അതിനിപ്പോ എന്താ? ഒന്ന് നിർത്ത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊന്ന് നിർത്തിക്കേ. വിടാനല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? യവനെയാണ് നീ കെട്ടുന്നെങ്കിലേ വാടക കൊലയാളിയെ കെട്ടുന്നതിന് തുല്യ. നീ ഒന്ന് നിർത്തിക്കേ. വിട്ടേ നീ. വിടാൻ. വിടാനല്ലേ പറഞ്ഞത്? വിടാൻ. ഇനി നീ അവന്റെ ദേഹത്ത് കൈവച്ച എടി യവൻ. എടി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുമായിട്ട് വർക്ക്ഷോപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയവൻ, എന്റെ ദേഹത്ത് പബ്ലിക്കായിട്ട് കരിയോയിൽ കൊണ്ട് ഒഴിച്ചിട്ട് പോയവൻ, അത് യവനാ. അതവിടുത്തെ പണിക്കാരനൊന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? യവനാണ് ആ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ. നിനക്ക് ആള് മാറിയതാ. ഇവൻ വർഷങ്ങളായിട്ട് ദുബായിലാ. വന്നിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ. എടി ഈ നാറി 2 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ സത്യം പറയടാ. ഉള്ളതാണോ? അല്ല, നിങ്ങളുടെ റിലേഷനെ
ലക്ഷ്മി, എടി പുള്ളിക്കാരി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നത് കുറച്ചിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറച്ചു വെച്ചത്. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സ് കാണും. പുറത്തേക്ക് പോകാനാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്വർണം പോയതിലല്ല, ആ വിശ്വാസം പോയതാണ് എൻ്റെ പ്രശ്നം. അവള് പോയടാ, ഇനി തുടങ്ങാം. ഞാൻ മറ്റവനെ വീണ്ടും കണ്ട് കത്തി. എന്നിട്ട് എടാ നീ തല്ലിക്കോ, പക്ഷെ കാര്യം പറഞ്ഞിട്ട് തല്ല്. തല്ലാനാ? ഞാൻ നിന്നെ കൊല്ലാനോടെ വന്നത്. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ല അവനെ? ശ്വാസം മുട്ടിച്ചൊന്നും ഞാൻ കൊല്ലത്തില്ല. ഇതിട്ട കഴുത്തങ്ങ് മുറിയും, പെട്ടെന്നങ്ങ് കഴിയും. നീ എന്തിനാ കൊല്ലുന്നതെന്ന് പറ, ഞാൻ നിന്ന് തരാം. എന്താ? നീ എന്തിനാ കൊല്ലുന്നതെന്ന് പറ, ഞാൻ നിന്ന് തരാമെന്ന്. ചേട്ടൻ ചത്ത ചേട്ടൻ്റെ ആത്മാവിനൊരു മനസ്സിലാവില്ല എന്തിനാ കൊന്നേന്ന്. അതല്ല അതിൻ്റെ ഒരു ത്രില്ല്. ഇന്നീ പറ്റത്തില്ലേട്ടാ, ഞാൻ പോവേ. എടാ എന്തിനാണെന്ന് പറയടാ. പറ്റത്തില്ല. എടാ 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 എടാ